മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ നൂറ തകർത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ നമ്മുടെ നൂറയെ വിളിക്കാം. അമ്മാതിരി ഒരു ഗെയിമാണ് നമ്മുടെ നൂറ ഇപ്പോൾ കളിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നൂറ നമ്മൾ വിചാരിച്ച ആളെ അല്ല. എന്തായാലും നമുക്ക് ലൈവിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ കിരീടയുദ്ധം എന്ന് പറയുന്ന ടാസ്കിൻ്റെ 4th ആൻഡ് ഫൈനൽ റൗണ്ടാണ് നടക്കുന്നത്. ഈ റൗണ്ടിൽ 2 ടീമുകൾ തമ്മിലാണ് മത്സരിക്കുന്നത്. ഒന്ന് ഒനിലിൻ്റെ ടീമും രണ്ടാമത്തേത് നൂറയുടെ ടീമും. ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചായിരുന്നു ഇന്നത്തെ ഇവരുടെ ടാസ്ക്. ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ആരാണോ ആദ്യം തൊപ്പി കീഴടക്കി ഹുക്കിലിടുന്നത് അവരായിരിക്കും വിജയി. അങ്ങനെ 3 റൗണ്ടുകളായിട്ടായിരിക്കും ഈ ടാസ്ക് നടക്കുന്നത്. ഒരു കൈ അകലത്തിലായി ഒരു ടേബിളിൻ്റെ 2 സൈഡിലായിട്ട് ഇവരിയ്ക്കണം. അതിനുശേഷമായിരിക്കും ടാസ്ക് നടക്കുന്നത്. അങ്ങനെ ആദ്യത്തെ 2 റൗണ്ടിലും നൂറ തന്നെ വിജയിച്ചത് കൊണ്ട് 3ാമത്തെ റൗണ്ടിന് പ്രസക്തിയില്ല. അങ്ങനെ ഈ ടാസ്കിൽ നമ്മുടെ നൂറയാണ് വിജയിച്ചിരിക്കുന്നത്. നൂറയുടെ ടീമിലുള്ളത് നൂറ, അഭിലാഷ്, ബിന്നി. വിജയിച്ച ഈ 3 പേരെയും കാത്തിരിക്കുന്ന സൂപ്പർ പവറുകൾ അറിയാലോ. ഒന്ന്, നോമിനേഷൻ ഫ്രീ ആണ്. അതായത് 3 ആഴ്ചത്തേക്ക് നോമിനേഷൻ ഫ്രീ ആയിരിക്കും. 2, 3 ആഴ്ചത്തേക്ക് ഡയറക്റ്റായിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. 3, ഫാമിലി സൂപ്പർ പവറാണ്. അതായത് എല്ലാവരുടെയും ഫാമിലി വന്നാൽ ഒരു ദിവസമായിരിക്കും ഇവിടെ നിൽക്കുക. എന്നിരിക്കെ ഈ പവറുള്ള വ്യക്തിയുടെ ഫാമിലി വരുമ്പോൾ 1 വീക്ക് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ താമസിക്കാവുന്നതാണ്. അങ്ങനെ 3 പവറുകളാണുള്ളത്. പക്ഷേ ഈ സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത്. നൂറയാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ. നൂറയ്ക്ക് വേണമെങ്കിൽ ഈ 3 പവറുകളും സ്വന്തമായി എടുക്കാം. അതല്ലെങ്കിൽ നൂറയുടെ ഇഷ്ടപ്രകാരം 2 പേർക്കുമായി വീതിച്ച് നൽകാം. അതെല്ലാം നൂറയുടെ ഇഷ്ടമാണ്. നൂറ ആ സമയത്ത് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ടീമുമായിട്ടൊന്ന് ചർച്ച ചെയ്തോട്ടെ എന്ന്. പക്ഷേ അപ്പോഴും ബിഗ് ബോസ് പറയുന്നത് ഇത് നൂറയുടെ ഇഷ്ടമാണ്, 100% നൂറയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ വിതരണം ചെയ്യാമെന്ന്. ആ സമയത്താണ് നൂറ ഒരു ഗെയിം ചേഞ്ചർ ആയത് എന്ന് തന്നെ നമുക്ക് പറയാം. നൂറയുടെ ഗെയിം പുറത്തെടുത്തത്. അതായത് 3 സൂപ്പർ പവറുകളിൽ ആദ്യത്തെ സൂപ്പർ പവർ സൂപ്പർ ഫാമിലി പവർ. അതായത് ഫാമിലിയിലെ വരുന്നവർക്ക് 1 വീക്ക് ഇവിടെ താമസിക്കാം. ആ പവർ നൂറ നൽകിയത് ബിന്നിക്കായിരുന്നു. ബിന്നി ഫാമിലി വീക്ക് വരുന്ന ആ ടൈമിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ടെങ്കിൽ ബിന്നിയുടെ ഫാമിലിക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരാഴ്ച താമസിക്കാവുന്നതാണ്. ആ ഒരു പവർ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബിന്നിക്കാണ്. ഇൻ കേസ് ബിന്നി അതിനു മുമ്പ് ഔട്ടായി പോവുകയാണെങ്കിൽ ബിന്നിക്ക് ആ പവർ ഈ ഹൗസിലുള്ള വേറെ ആർക്ക് വേണമെങ്കിലും കൈമാറ്റം ചെയ്യാവുന്നതുമാണ്. ബാക്കി 2 പവർ, അതായത് 3 ആഴ്ച നോമിനേഷൻ ഫ്രീ ആകാം. അതുപോലെ തന്നെ 3 ആഴ്ച ആരെങ്കിലും ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. ഈ 2 പവറും നൂറയ്ക്ക് വേണം. അതുകൊണ്ട് നൂറ എടുക്കുകയാണെന്നാണ് നൂറ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം. കാരണം അഭിലാഷോ ബിന്നിയോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല നൂറ ആ 2 പവറും എടുക്കുമെന്ന്. നൂറ എന്നിട്ട് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ആരെങ്കിലും എന്നെ ബാഡായി തെറ്റിദ്ധരിക്കുമെന്ന്. കാരണം ഇതൊരു ഗ്രൂപ്പ് ടാസ്ക് ആയിരുന്നല്ലോ. അതുകൊണ്ട് അഭിലാഷിനൊന്നും കൊടുക്കാത്തപ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്ന് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഇതെൻ്റെ ഗെയിമാണ്. ആ 2 പവറും എനിക്ക് വേണം. ഫാമിലി പവർ എനിക്ക് ആവശ്യമില്ല. കാരണം ഫാമിലി അതിലിപ്പോൾ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫാമിലി പവർ എനിക്ക് ആവശ്യമില്ല. മറ്റ് 2 പവറും കുറച്ചും കൂടി പവർഫുള്ളാണ്. അതുകൊണ്ട് ആ 2 പവറും എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും നമ്മുടെ അഭിലാഷിനിട്ട് ചെറിയൊരു പണിയും കൊടുത്തിരിക്കുകയാണ് നൂറ. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും നൂറയുടെ ഗെയിം കൊണ്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അങ്ങനെ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് നൂറ. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.